Hi friends, welcome back to the new class for 8th standard student. Today we are explaining a beautiful story, The Little Round Red House. ഇന്ന് നമുക്ക് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന പറയുന്ന പാഠത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഓതറെ ഒന്ന് പരിചയപ്പെടാം. കരോളിൻ ഷെർവിൻ ബെയ്ലി വാസ് ബോൺ ഇൻ 1875 and died in 1961, was an American writer of children's literature. She was born in Hoosick Falls, New York, and attended Teachers College, Columbia University, from where she graduated in 1896. 1896 ബിരുദം നേടിയത്. Her stories for children include Boys and Girls of Colonial Days, published in 1917. Broad Strips and Bright Star, 1990. Hero Stories, also published in 1990. And The Little Rabbit Who Wanted Red Wings, 1945. She wrote for the Children's Hour, 1906, in collaboration. In 1947, her book Miss Hickory won the Newbery Medal. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. പീപ്പിൾ എക്സ്പ്ലോർ ദ വേൾഡ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. ജനങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്, അന്വേഷിക്കുന്നത് ദ വേൾഡ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്, നല്ല നല്ല അനുഭവങ്ങൾക്ക് വേണ്ടിയും അറിവിന് വേണ്ടിയുമാണ്. ബട്ട് സംടൈംസ്, ചില സമയത്ത്, ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആർ റൈറ്റ് അണ്ടർ ദെയർ നോയ്സസ് ആൻഡ് ദേ ആർ അൺവെയർ ഓഫ് ഇറ്റ്. ചില സമയത്ത് നല്ല നല്ല എക്സ്പീരിയൻസുകൾ അവരുടെ മൂക്കിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടാകും, അതായത് തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഹിയർ ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് എ ലിറ്റിൽ ബോയ്. ഇവിടെ ഒരു ചെറിയ കുട്ടിയുടെ അനുഭവമാണ്. ഹൂ എക്സ്പ്ലോർഡ് ഹിസ് സറൗണ്ടിങ്. അവൻ്റെ ചുറ്റുപാടും അന്വേഷിച്ചു ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ്. ഒരു ചെറിയ ചുവന്ന വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓൺ എ കോൾഡ്, റൈനി ആൻഡ് വിൻഡി സാറ്റർഡേ ഇൻ ഒക്ടോബർ, എ ലിറ്റിൽ ബോയ് വാസ് ബോർഡ്. ഒക്ടോബർ മാസത്തിലെ ഒരു തണുത്ത മഴയും കാറ്റുമുണ്ടായിരുന്ന ഒരു ശനിയാഴ്ച ആൺകുട്ടിക്ക് വിരസമായി തോന്നി. He went down to the kitchen where his mother was reading the newspaper and he said, അവന് നേരെ അടുക്കളയിൽ ചെന്ന് അവിടെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയോട് പറഞ്ഞു, മോം, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഐ ആം ബോർഡ്. അമ്മ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ മടുത്തു. ഹിസ് മദർ ലുക്ക്ഡ് അപ്പ് ഫ്രം ഹെർ പേപ്പർ ആൻഡ് സ്മൈൽഡ്. പത്രത്തിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, വൈ ഡോണ്ട് യു ഡ്രോ എ പിക്ചർ വിത്ത് യുവർ ന്യൂ ഹെറോയിൻസ്. നിനക്ക് നിൻ്റെ പുതിയ ആ ക്രയോൺസ് കൊണ്ട് പടം വരച്ചുകൂടെ? അപ്പോൾ കുട്ടിയുടെ മറുപടി, ഐ ഓൾറെഡി ഡ്രൂ 100 പിക്ചേഴ്സ്, ഹി സെഡ്. I am bored. ഞാൻ 100 പടങ്ങൾ വരച്ചു. അവന് വീണ്ടും പറഞ്ഞു, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞു. വെൽ, വൈ ഡോണ്ട് യു റീഡ് വൺ ഓഫ് യുവർ ന്യൂ ലൈബ്രറി ബുക്സ്, ഷീ സജസ്റ്റഡ്. എന്നാൽ നിനക്ക് പുതിയ ലൈബ്രറി പുസ്തകങ്ങളിൽ നിന്ന് ഒരെണ്ണം വായിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ, I already read all of my books at 1,000 times.
എല്ലാ പുസ്തകങ്ങളും ഞാൻ 1000 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഐ ആം ബോർഡ്. ഞാൻ എനിക്ക് എന്ത് ചെയ്തു, മടുത്തു ഹീ സെഡ്. ഹൗ അബൌട്ട് പ്ലേയിങ് വിത്ത് യുവർ ടോയ്സ്? അപ്പം അമ്മയുടെ ചോദ്യം അടുത്തത്, നിനക്ക് കളിപ്പാട്ടങ്ങളെടുത്ത് കളിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ, ഐ ഓൾറെഡി പ്ലേഡ് വിത്ത് 1,000,000 ടോയ്സ്. ഞാൻ 1,000,000 കളിപ്പാട്ടങ്ങളെടുത്ത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മടുത്തു. വീണ്ടും ഇതന്നെ. മോസ്റ്റ് ഓഫ് ദ ടൈംസ്, അധിക സമയവും മദേഴ്സ് ഡോണ്ട് ലൈക്ക് ഇറ്റ് വെൻ ദെയർ ചിൽഡ്രൻ സേസ് ദേ ആർ ബോർഡ്. കുട്ടികൾ മടുത്തു എന്ന് പറയുന്നത് അമ്മമാർക്ക് പലപ്പോഴും ഇഷ്ടപ്പെടില്ല. ഐ വാസ് നെവർ ബോർഡ് വെൻ ഐ വാസ് യുവർ ഏജ്. നിൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് മടുപ്പ് തോന്നിയിട്ടേ ഇല്ല. ദസേ, അവൾ പറഞ്ഞു. തോ ദിസ് ക്യാൻ ബി ട്രൂ ക്യാൻ ഇറ്റ്? പക്ഷേ ഇത് സത്യമായിരിക്കണമെന്നില്ല. ദ ലിറ്റിൽ ബോയ്സ് മദർ തോട്ട്സ് ഫോർ എ ബിറ്റ്. അവൻ്റെ അമ്മ അല്പനേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഐ റിമെമ്പർ വൺ ഡേ വെൻ ഐ വാസ് യുവർ ഏജ്. ഞാൻ ഓർക്കുന്നു ഒരു ദിവസം, വെൻ ഐ വാസ് യുവർ ഏജ്, ഞാൻ നിൻ്റെ പ്രായമായപ്പോൾ, ആൻഡ് ഐ വാസ് ബോർഡ്, എനിക്ക് മടുത്തപ്പോൾ, മൈ മദർ, അതായത് യുവർ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മ, നിൻ്റെ ഗ്രാൻഡ് മദറായ എൻ്റെ അമ്മ, സെൻഡ് മീ ഔട്ട്, എന്നെ പുറത്തേക്ക് പറഞ്ഞയച്ചു, ടു സെർച്ച് ഫോർ എ സ്ട്രേഞ്ചസ്റ്റ് ലിറ്റിൽ ഹൗസ്, ഒരു വിചിത്രമായ സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള ഒരു വീട് തേടിക്കൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു. ഇഫ് യു ഹാഡ് ലൈക്ക്, ഐ ക്യാൻ ടെൽ യു ജസ്റ്റ് വാട്ട് ഷീ ടോൾഡ് മീ ടു ഡു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നോടും പറയാം എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. The little boy looked up. His mother was bored once. That was interesting. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ ഒരിക്കൽ ബോറടിച്ചിരുന്നു. അതവനൊരു രസകരമായി തോന്നി. She said, first you need to put on your raincoat and your hat and your scarf and your mittens and your boots. അവൻ്റെ അമ്മ പറഞ്ഞു, നീ ആദ്യം ഒരു മയക്കോട്ട്, തൊപ്പി, അതുപോലെ സ്കാഫ്, പിന്നെ മിറ്റൻ, ബൂട്ട്സ്, ഇതൊക്കെ ധരിക്ക്. എന്നിട്ട് ദെൻ യു നീഡ് ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് ദെൻ യു നീഡ് ടു വാക്ക് അപ്പ് ദ ബ്ലോക്ക് ആൻഡ് ഡൗൺ ദ ബ്ലോക്ക് ആൻഡ് അറൗണ്ട് ദ ബ്ലോക്ക് ടു ലുക്ക് ഫോർ ദാറ്റ് ലിറ്റിൽ ഹൗസ്. നീ ബൂട്ട്സും ഇതൊക്കെ ഇട്ടിട്ട് ബ്ലോക്കിൻ്റെ മുകളിലും താഴെയും ചുറ്റും നടന്ന് ഒരു ചെറിയ വീട് നോക്കണം. അപ്പം അവൻ ചോദിച്ചു, വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ഹൗസ്? ഏതു തരം ചെറിയ വീടാണ്? ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്. ഇറ്റ്സ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഷീ സെഡ്. ജനലുകളോ വാതിലുകളൊന്നുമില്ല, മുകളിൽ ഒരു ചിമ്മിനിയുള്ളതും മധ്യത്തിൽ ഒരു നക്ഷത്രമുള്ളതുമായ ചെറിയ ചുവന്ന വീടാണ് അവന് പറഞ്ഞു. അമ്മ പറഞ്ഞു. The little boy started at her. I never saw a house like that before. ഇതുപോലൊരു വീട് ഞാൻ മുമ്പ് ഒന്നും കണ്ടിട്ടില്ല. വേർ ഈസ് ഇറ്റ്? അതെവിടെയാണ്? her mother said. അപ്പം അമ്മ പറഞ്ഞു, ഐ ക്യാൻ ടെൽ യു, അത് പറയാൻ കഴിയൂല. ബട്ട് ഇഫ് യു കീപ് യുവർ ഇയേഴ്സ് ഓപ്പൺ ആൻഡ് യുവർ ഐസ് ഓപ്പൺ ആൻഡ് യു ലുക്ക് ഹാർഡ്, നീ നിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് നല്ലതുപോലെ നോക്കുകയാണെങ്കിൽ, നിൻ്റെ ചെവിയും കണ്ണുമൊക്കെ നല്ലതുപോലെ തുറന്ന് പിടിച്ചുകൊണ്ട് നന്നായി നോക്കുകയാണെങ്കിൽ, യു ഷുഡ് ഫൈൻഡ് ഇറ്റ്, നീ അത് തീർച്ചയായും കണ്ടെത്തും. നോട്ട് ടു ഫാർ ഫ്രം ഹിയർ, ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല. യു വോണ്ട് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്, ഈ സ്ട്രീറ്റ് നിനക്ക് മുറിച്ച് കടക്കേണ്ടി വരികയും കൂടിയില്ല, അത്രക്കും അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഐ വിൽ ഡു ഇറ്റ്, അത് ഞാൻ ചെയ്യും, ഞാനത് കണ്ടെത്തും പറഞ്ഞു. അങ്ങനെ ഹീ ബണ്ടിൽഡ് അപ്പ് ഇൻ ഹിസ് റെയിൻ കോട്ട് ആൻഡ് ഹിസ് ഹാറ്റ് ആൻഡ് ഹിസ് സ്കാർഫ് ആൻഡ് ഹിസ് മിറ്റൻസ് ആൻഡ് ഹിസ് ബൂട്ട്സ് ടു
and set out to find the little round red house with no window and no doors, a chimney on top, and a star in the middle. മഴക്കോട്ടും തൊപ്പിയും സ്കാർഫും മിറ്റനും ബൂട്ട്സും ഭാണ്ഡവും കെട്ടി ആ വീട് അന്വേഷിച്ച്. എങ്ങനത്തെ വീടാണ്? ജനലുകളും വാതിലുകളൊന്നുമില്ല, മുകളിൽ ചിമ്മിനിയും നടുക്ക് നക്ഷത്രവുമുള്ള ചെറിയ ഇരുണ്ട ആ ചമന്ന വീട് തേടി അവന് പുറപ്പെടുകയാണ്. അപ്പം ഇതിൽ കിട്ടാത്ത വാക്കുകൾ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നതിനാണ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ. എക്സാമിൻ സംതിങ് ട്രൂലി. അൺവെയർ എന്ന് പറഞ്ഞാൽ ബോധനാവാതിരിക്കുക, ഒരു അതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുക, അറിയാതിരിക്കുക. സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞ ചുറ്റുപാടുകൾ. റൈനി മഴയുള്ള. പിന്നെ പുട്ടോൺ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നതിനാണ് പുട്ടോൺ. മിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ 4 വിരലുകളും ഒന്നിച്ച് തള്ളവിരൽ പ്രത്യേകമായും ഇടാവുന്ന ഒരു തരം കയ്യിറക്കാണ് മിറ്റൻസ് എന്ന് പറയുക. സ്റ്റെയററ്റ് എന്ന് പറഞ്ഞാൽ കണ്ണ് മിഴിച്ച് നോക്കുന്നതിനാണ്. ബണ്ടിലപ്പ് എന്ന് പറഞ്ഞാൽ പൊതിയുക, ബാണ്ടാക്ക്. സെറ്റ് ഔട്ട് യാത്ര തുടങ്ങുന്നത്. സെറ്റ് ഔട്ട് യാത്ര തുടങ്ങുക. പുട്ടോൺ വസ്ത്രം ധരിക്കുക. ഓക്കെ, അപ്പോൾ കിട്ടാത്ത വാക്കുകളൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കുക. കിട്ടാത്ത വാക്കുകളൊക്കെ ചോദിക്കുകയും ചെയ്യുക, ഏതെങ്കിലും വാക്കുകൾ കിട്ടാത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് നൽകിയിരിക്കുന്നു. വാട്ട് ഡിഡ് ദ ലിറ്റിൽ ബോയ് ഓൾവേസ് കംപ്ലെയിൻ അബൌട്ട്? ചെറിയ കുട്ടി എന്തിനെക്കുറിച്ചാണ് എല്ലാ സമയത്തും കംപ്ലെയിൻ ചെയ്തിരുന്നത്? വാട്ട് ആക്ടിവിറ്റീസ് ഡിഡ് ദ മദർ സജസ്റ്റ് ടു എൻഗേജ് ദ ലിറ്റിൽ ബോയ്? ലിറ്റിൽ ബോയ്ക്ക് എന്തെല്ലാം ആക്ടിവിറ്റികളാണ് എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു കൊടുത്തത്? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് എനിക്ക് വിട്ടുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.